പാപിനിയായ സ്ത്രീയെ പരീശന്മാർ പിടികൂടി, വൃത്തികെട്ടവളെ, ഇന്ന് നീ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവരെ എതിർത്തു. നിങ്ങൾ എന്നെക്കാൾ മികച്ചവനല്ലാത്തതിനാൽ എന്നെ വിധിക്കാൻ കഴിയില്ലെന്ന് അവൾ പറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്ക് നിന്നെ അറിയാം, മുൻപ് നീ എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ആ നീയാണോ എന്നെ വിധിക്കാൻ വന്നിരിക്കുന്നത്? നിനക്ക് എന്നെ വിധിക്കാനാവില്ല. അവർ അവളെ വലിച്ചിഴച്ചു. പിന്നെ അവസാനം ഒരു വലിയ അടി. അവൾ മുന്നോട്ട് എറിയപ്പെട്ടു, യേശുവിന്റെ കാൽക്കൽ വീണു. യേശു അവളെ നോക്കി. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ കൂട്ടിമുട്ടി. ആ സ്ത്രീക്ക് ഒരു ഞെട്ടൽ അനുഭവപ്പെട്ടു. കാരണം ജീവിതത്തിൽ ആദ്യമായി അവൾ പാപരഹിതമായ കണ്ണുകളിലേക്ക് നോക്കി. അവൾ പറഞ്ഞു, ഇവരിൽ ആർക്കും എന്നെ വിധിക്കാൻ കഴിയില്ല, പക്ഷേ ഇവൻ എന്നെ വിധിക്കാൻ കഴിയും. അവൻ എന്തു പറഞ്ഞാലും, മരണമോ ജീവിതമോ, ഞാൻ അവന്റെ വിധി അംഗീകരിക്കും. കുറച്ചു കഴിഞ്ഞു ആ സ്ത്രീയും യേശുവും മാത്രമായി. അത് എപ്പോഴും രക്ഷയുടെ നിമിഷമാണ്. യേശു പറഞ്ഞു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. യേശുവിന്റെ ഹൃദയം ഒരു ഉറവ പോലെ തുറന്ന നിമിഷം ആ സ്ത്രീയുടെ ഹൃദയം തുറന്നു. ആ ഉറവ ആ സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് തന്നെ ഒഴുകി. ഇപ്പോൾ എനിക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലായി. ഞാൻ പ്രണയം എന്ന് വിളിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അഴുക്കും മരണവുമായിരുന്നു. ഇപ്പോൾ എനിക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലാകുന്നു. ഏതൊരു പേനയ്ക്കും നാവിനും പറയാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ സ്നേഹം. അത് നക്ഷത്രങ്ങൾക്കപ്പുറത്തേക്ക് ഉയരുകയും ഏറ്റവും താഴ്ന്ന നരകത്തിൽ എത്തുകയും ചെയ്യുന്നു.